നമസ്കാരം. മനുഷ്യാവകാശങ്ങളെക്കുറിച്ച് ഘോരഘോരം പ്രസംഗിച്ച പാകിസ്ഥാന് ഇന്ത്യയുടെ മറുപടിക്ക് മുന്നിൽ ഉത്തരം മുട്ടിപ്പോയി. സ്വിറ്റ്സർലൻഡിലെ ജനീവയിൽ നടന്ന IPU 148 സമ്മേളനത്തിലാണ് രാജ്യസഭാ ഉപാധ്യക്ഷൻ ഹരിവംശ് നാരായൺ സിംഗ് ആഞ്ഞടിച്ച് മറുപടി നൽകിയത്. ഭീകരർക്ക് അഭയം നൽകുകയും സഹായിക്കുകയും സജീവമായി പിന്തുണയ്ക്കുകയും ചെയ്യുന്ന ചരിത്രമുള്ള രാജ്യം മനുഷ്യാവകാശങ്ങളെക്കുറിച്ച് അഭിപ്രായം പറയരുതെന്ന് അദ്ദേഹം പറഞ്ഞു. കശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഭാഗമാണെന്ന് ജനീവയിൽ നടന്ന സമ്മേളനത്തിൽ അദ്ദേഹം ആവർത്തിച്ച് വ്യക്തമാക്കി. എന്റെ രാജ്യത്തിനെതിരായ പാകിസ്ഥാൻ നടത്തിയ അപകീർത്തികരമായ പരാമർശങ്ങളെ പൂർണ്ണമായി നിരാകരിക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യൻ ജനാധിപത്യത്തെ പലരും മാതൃകയാക്കുന്നതിൽ എനിക്ക് അഭിമാനമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. സ്വിറ്റ്സർലൻഡിലെ ജനീവയിൽ നടന്ന IPUവിന്റെ 148 സെഷനിൽ മറുപടി പറയാനുള്ള ഇന്ത്യയുടെ അവകാശം ഉപയോഗിച്ചായിരുന്നു അദ്ദേഹം പ്രസ്താവനകൾ നടത്തിയത്. പാകിസ്ഥാനെതിരെ കൂടുതൽ ആഞ്ഞടിച്ചുകൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചത്. ജനാധിപത്യത്തിൽ പരിതാപകരമായ ചരിത്രമുള്ള ഒരു രാജ്യത്തിന്റെ പ്രഭാഷണങ്ങൾ ചിരിപ്പിക്കുന്നതാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഇത്തരം അസംബന്ധ ആരോപണങ്ങളും തെറ്റായ വിവരണങ്ങളും കൊണ്ട് IPU പോലുള്ള ഒരു പ്ലാറ്റ്ഫോമിന്റെ പ്രാധാന്യം പാകിസ്ഥാൻ നശിപ്പിക്കാതിരുന്നാൽ നന്നായിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജമ്മു കാശ്മീർ, ലഡാക്ക് എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങളെ സംബന്ധിച്ചിടത്തോളം അവ എല്ലായ്പ്പോഴും ഇന്ത്യയുടെ അവിഭാജ്യമായ ഭാഗമാണ്. ആരുടെയും ഗൂഢനീക്കങ്ങൾക്കോ പ്രചാരണങ്ങൾക്കും ഈ വസ്തുതയെ മറികടക്കാൻ കഴിയില്ല. മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി പോരാടുമെന്ന് അവകാശപ്പെടുന്ന പാകിസ്ഥാൻ ഭീകര ഫാക്ടറികൾ അവസാനിപ്പിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിക്കുകയായിരുന്നു. UN സുരക്ഷാ കൗൺസിൽ ഭീകരരായി പ്രഖ്യാപിച്ചവർക്ക് അഭയം നൽകുന്ന നികൃഷ്ടമായ റെക്കോർഡുള്ള രാജ്യമാണ് പാകിസ്ഥാൻ. അൽ-ഖ്വയ്ദയുടെ സ്ഥാപകൻ ഒസാമ ബിൻ ലാദനെ പാകിസ്ഥാനിലാണ് കണ്ടെത്തിയതെന്ന കാര്യം IPUവിനെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം പ്രസ്താവന ഉപസംഹരിച്ചത്. എല്ലാം കൊണ്ടും വായടപ്പിക്കുന്ന മറുപടി എന്ന് ചുരുക്കം. കഴിഞ്ഞ മാസം ഐക്യരാഷ്ട്രസഭയുടെ 55ാമത് മനുഷ്യാവകാശ കൗൺസിൽ യോഗത്തിലും ഇന്ത്യ പാകിസ്ഥാനെ രൂക്ഷമായി വിമർശിച്ചിരുന്നു. സ്വന്തം രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടക്കുന്ന പീഡനത്തെയും അതിക്രമത്തെയും ന്യായീകരിക്കുകയും മനുഷ്യാവകാശത്തെ ഒരിക്കലും അംഗീകരിക്കുകയും ചെയ്യാത്ത ഒരു രാജ്യത്തിന് ഇന്ത്യയെക്കുറിച്ച് പറയാൻ അവകാശമില്ലെന്ന് ശക്തമായ മുന്നറിയിപ്പായിരുന്നു അന്ന് നൽകിയത്. അതേസമയം സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിയുന്ന പാകിസ്ഥാൻ ഇന്ത്യയുടെ സഹായം തേടുക കൂടിയാണ്. ഇന്ത്യയുമായി വ്യാപാര ബന്ധം പുനഃസ്ഥാപിച്ചാൽ മാത്രമേ ഇനി രാജ്യത്തിന് പിടിച്ചു നിൽക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് പാകിസ്ഥാനിലെ പുതിയ ഭരണകൂടം വിലയിരുത്തിയ കാര്യം. ഇതോടെ ഇന്ത്യയുമായുള്ള വ്യാപാര ബന്ധം പുനഃസ്ഥാപിക്കുന്നത് ഗൗരവമായി പരിഗണിക്കുമെന്ന് പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി മുഹമ്മദ് ഇഷാഖ് ദർ അറിയിച്ചു. ബ്രസൽസിൽ നടന്ന ആണവോർജ്ജ ഉച്ചകോടിയിൽ പങ്കെടുത്തതിനു ശേഷം ലണ്ടനിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അദ്ദേഹം വ്യക്തമാക്കിയത്. 2019 ജമ്മു കാശ്മീരിന് പ്രത്യേക അധികാരം നൽകുന്ന ആർട്ടിക്കിൾ 370 കേന്ദ്ര സർക്കാർ റദ്ദാക്കിയതിന് പിന്നാലെയാണ് ഇന്ത്യയുമായുള്ള വ്യാപാര ബന്ധം പാകിസ്ഥാൻ നിർത്തിവെച്ചത്. ഇന്ത്യയുമായുള്ള വ്യാപാര ബന്ധം പുനഃസ്ഥാപിക്കണമെന്ന് പാകിസ്ഥാനിലെ വ്യാപാരി സമൂഹം ഏറെ നാളെ ആവശ്യപ്പെടുന്നുണ്ട്. ഇന്ത്യയുമായുള്ള നയതന്ത്ര നിലപാടിൽ കാതലായ മാറ്റം വരുത്തുന്നതിന്റെ സൂചനയാണ് പാകിസ്ഥാന്റെ പുതിയ നീക്കത്തെ കാണുന്നത്. ഇന്ത്യയുമായുള്ള വ്യാപാര ബന്ധം പുനഃസ്ഥാപിക്കണമെന്നാണ് പാകിസ്ഥാനിലെ വ്യാപാരികൾ ആവശ്യപ്പെടുന്നതെന്ന് ഇഷാഖ് ദർ പറഞ്ഞു. വലിയ സാമ്പത്തിക പ്രതിസന്ധി അഭിമുഖീകരിക്കുകയാണ് പാകിസ്ഥാൻ. ഇന്ത്യയുമായുള്ള നയതന്ത്ര വ്യാപാര ബന്ധം നിർത്തിവെച്ചത് പാകിസ്ഥാന്റെ സാമ്പത്തിക വളർച്ചയെ കാര്യമായി ബാധിച്ചിരുന്നു. പുതിയ നിക്ഷേപങ്ങൾ കുറഞ്ഞതിന് പിന്നാലെ വിദേശ കടങ്ങൾ തിരിച്ചടയ്ക്കാനും പാകിസ്ഥാന് സാധിക്കുന്നില്ല. ഇതിന് പിന്നാലെയാണ് ഇന്ത്യയുമായി വ്യാപാര ബന്ധം പുനഃസ്ഥാപിക്കാനുള്ള നീക്കം പാകിസ്ഥാൻ നടത്തുന്നത്. പാകിസ്ഥാനിൽ 2ാം തവണയും പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട ഷെഹബാസ് ഷെരീഫിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദനം അറിയിച്ചിരുന്നു. ഇത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വ്യാപാര ബന്ധത്തിൽ പുരോഗതി ഉണ്ടാകുമെന്ന സൂചനയാണ് നൽകിയത്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലും കടക്കണിയിലും പൊറുതിമുട്ടുകയാണ് പാക് സർക്കാർ. പ്രതിസന്ധി മറികടക്കാൻ ചെലവ് ചുരുക്കൽ നടപടികളാണ് സർക്കാർ കൈക്കൊണ്ടത്. സൈന്യമടക്കം ചെലവ് ചുരുക്കൽ നയത്തിന്റെ വഴിയിലായിരുന്നു. വിദൂര പ്രദേശങ്ങളിലെ സൈനിക അഭ്യാസങ്ങളിൽ കുറവും വരുത്തും. വൈദ്യുതി, ഗ്യാസ്, വെള്ളം എന്നിവയുൾപ്പെടെയുള്ളവയുടെ ഉപയോഗം കുറയ്ക്കാനും പാകിസ്ഥാൻ സൈന്യം തീരുമാനമെടുത്തിരുന്നു.